ഹായ്. ഇന്ന് നമുക്ക് എൻ്റെ വീട്ടിലെ കുറച്ച് പ്ലാന്റ്സൊക്കെ കണ്ടാലോ? ഇപ്പം നല്ല മഴയൊക്കെ അല്ലേ, അപ്പോൾ പ്ലാന്റ്സിൻ്റെ അവസ്ഥയൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുന്നേ ഒരു മാസം മുന്നേ അവർക്ക് നല്ലൊരു കാലം ഉണ്ടായിരുന്നു. അതിൻ്റെ പിക്സും ഞാനതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് കണ്ടു നോക്കാം. പിന്നെ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, മറക്കരുത് കേട്ടോ. അപ്പം നമുക്കിത് കണ്ടോ, ഒരു കാറ്റ്സ് ക്ലവാണ്. ഇപ്പോൾ മഴയൊക്കെ പെയ്തപ്പോൾ അതിൽ ഫ്ലവറൊന്നും ഇല്ലാതെ അങ്ങനെ നിൽക്കുകയാണ്. ഇതെൻ്റെ ബോഗൻവില്ലയാണ്. അതിലും കുറച്ച് ബോഗൻവില്ല കളക്ഷൻസേ ഉള്ളൂ. അതിലും ഫ്ലവറൊക്കെ പോയി, പക്ഷേ ചെടികളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട്. മഴ പെയ്ത് അവർക്ക് നല്ല ഉഷാറാണല്ലോ, മഴവെള്ളമൊക്കെ കൊണ്ട് എല്ലാവരും നല്ല ഉഷാറായിട്ട്. ഇതെല്ലാം അഡീനിയം പ്ലാന്റ്സ്, അവരെല്ലാം ഞാൻ ഷെഡിലേക്ക് കയറ്റി വെച്ചിരിക്കുകയാണ്. കാരണം മഴ കൊണ്ട് അവരൊക്കെ ചീഞ്ഞ് കേടായി പോവും. ഇപ്പോൾ കുറച്ച് ദിവസം മഴ കൊണ്ടതിൻ്റെ എല്ലാം ഇപ്പോൾ കാണാം. അതിന് എല്ലാം ഇല കൊഴിഞ്ഞിട്ട് കുറേ എണ്ണമൊക്കെ ഇല കൊഴിഞ്ഞ് പൂവും ഒക്കെ കൊഴിഞ്ഞ് കമ്പ് മാത്രമായിട്ട് നിൽക്കുകയാണ് പ്ലാന്റ്സൊക്കെ. അപ്പോൾ മഴയത്ത് എല്ലാവരുടെ വീട്ടിലെ ചെടികളുടെയും അവസ്ഥ ഇങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ. ഇത് ബിഗോണിയ. ഈ ബിഗോണിയ യൂഫോബിയൊക്കെ പൂവായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ബിഗോണിയയ്ക്ക് മഴയാണ് കൂടുതലിഷ്ടം. അവർ മഴയത്ത് നന്നായി പൂക്കുന്ന ചെടികളാണ് ബിഗോണിയ. ഇത് കണ്ടോ, ഇതും അതെ, ഈ ചെടി അതെ, നന്നായി കണ്ടോ. എൻ്റെ അഡീനിയമൊക്കെ ഇപ്പോൾ ഇങ്ങനെയാണ് അവസ്ഥ. അവരൊക്കെ കാറ്റും വെളിച്ചമൊക്കെ കൊള്ളും, പക്ഷേ മഴ കൊള്ളില്ല. പുറത്തല്ല വെച്ചിരിക്കുന്ന, വർക്കേരിയയുടെ ഒരു സൈഡിലായിട്ട് എല്ലാം എടുത്ത് വെച്ചിരിക്കുക. എല്ലാവരും മേലേക്ക് ഒഴിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ഇനി അടുത്ത സീസണിലേക്ക് ഉഷാറായി വരുള്ളൂ. പക്ഷേ ഇവർ നല്ല അടിപൊളിയായിട്ട് പൂത്ത് നിന്നിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. ഇത് കണ്ടോ, ഇത് വാക്സ് ബിഗോണിയാണ്. നല്ല ഭംഗിയിൽ പൂത്ത് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിന് നല്ല ഫ്ലവറൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ കളറൊക്കെ നോക്കൂ, നല്ല ഡ്രസ്സല്ലേ, പച്ചയും ലൈറ്റ് പിങ്കും ഒക്കെ ആയിട്ട്. ഇത് കൊങ്ങിണിപ്പൂവ്, ലൻഡാന എന്നൊക്കെ പറയുന്ന ഒരു ചെടി. അതിൽ പൂമ്പാറ്റയൊക്കെ വന്ന് തേൻ കുടിച്ച് പോകുന്നുണ്ട്. അപ്പോൾ പൂക്കൾ കാണുമ്പോൾ നമുക്കെല്ലാം നല്ല സന്തോഷമല്ലേ. എല്ലാവരും ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കും ഇല്ലേ. എവിടെ പോയാലും ഒരു കമ്പൊക്കെ വാങ്ങി വന്ന് വീട്ടിൽ കൊണ്ടുവന്ന് നടുന്ന ആൾക്കാരായിരിക്കും ഒരുവിധം എല്ലാവരും. ഞാനും അങ്ങനെയാണ്. എനിക്ക് അങ്ങനെ ചെടി ആയിട്ട് കുറച്ച് ഫ്രണ്ട്സിനൊക്കെ കിട്ടിയിട്ടുണ്ട്. എവിടെയെങ്കിലും ഏതെങ്കിലും വീട്ടിൽ കാണുമ്പോൾ ചെടി കാണുമ്പോൾ നല്ല, അപ്പോൾ അവരുടെ അടുത്ത് ചോദിക്കും. ഒട്ടും പരിചയമില്ലാത്തവരായിരിക്കും, എന്നാലും നമ്മളൊന്ന് കയറി അവരുടെ പ്ലാന്റ്സൊക്കെ കാണും. അപ്പോൾ ചോദിച്ചാൽ അവർ തരും. നല്ല ഇഷ്ടമുള്ളവരായിരിക്കാം. പ്ലാന്റ്സിനെ സ്നേഹിക്കുന്നവർ എന്തായാലും പ്ലാന്റ്സ് വേറൊരാൾക്ക് കൊടുക്കും അതിൻ്റെ കമ്പ്. അപ്പോൾ അങ്ങനെ കിട്ടിയ കുറച്ച് നല്ല ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക്. പിന്നെ എൻ്റെ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ പ്ലാന്റ്സിനും എനിക്ക് ഓരോ ഓർമ്മകൾ, ഓരോ ഫ്രണ്ട്സായിട്ടും അല്ലെങ്കിൽ കുട്ടിക്കാലത്തെ ഓരോ ഓർമ്മകളായിട്ടും എല്ലാം എൻ്റെ മനസ്സിലുണ്ട്. അങ്ങനെയാണ് ഓരോ പ്ലാന്റ്സിനെയും. അപ്പോൾ അതൊക്കെ കൊണ്ടുവന്ന് അത് കയ്യിൽ കിട്ടി വയ്ക്കുമ്പോഴൊക്കെ നമുക്ക് നല്ല സന്തോഷമല്ലേ. ചില പ്ലാന്റ്സൊക്കെ നമ്മൾ കുട്ടിക്കാലത്ത് കണ്ടിട്ടുണ്ടായിരിക്കും. അതിനെ കണ്ട് അതിൻ്റെ ഭംഗി കണ്ട് അന്തം വിട്ട് നിന്ന് കാലമായിരിക്കും. പിന്നീട് ഇപ്പോൾ അത് നമ്മുടെ കയ്യിൽ നമുക്ക് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അതുപോലെ സ്കൂളിൽ പഠിക്കുമ്പോൾ കണ്ട, അവിടെ സ്കൂളിലെ തോട്ടത്തിൽ കണ്ട ചെടികൾ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ നമ്മുടെ കയ്യിലെത്തി അത് നട്ടുപിടിപ്പിച്ച് അതിൽ പൂവും മൊട്ടും പൂവൊക്കെ വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ആ പഴയ ഓർമ്മകളും നമ്മൾക്ക് കിട്ടും ഇല്ലേ. അങ്ങനെ തന്നെ ആയിരിക്കും എല്ലാവർക്കും. നല്ല പൂക്കൾ തരുന്ന ഒരു സന്തോഷം, സമാധാനം ഒന്ന് വേറെ തന്നെയാണ്. എനിക്ക് നല്ല ഇഷ്ടമാണ് ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കാൻ. പൂവുണ്ടായി കാണുന്നതും എല്ലാം നല്ല ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നന്നായി എൻജോയ് ചെയ്ത് നമ്മൾ അതിൻ്റെ കൂടെ കൂടിയ നമുക്ക് നല്ല സന്തോഷം തരും. എല്ലാവരും അങ്ങനെ തന്നെയല്ലേ. കണ്ടോ, ഇതൊക്കെ അഡീനിയം പ്ലാന്റ്സ് ആണ്. എല്ലാവരും നല്ല ഭംഗിയിൽ പൂവിട്ട് നിൽക്കുന്നുണ്ടോ. ഇവരെയാണ് ഞാൻ ഇപ്പോഴത്തെ അവസ്ഥയാണ് ആദ്യം കാണിച്ചത്. ഇവരെ പൂവും ഇലകളും എല്ലാം കൊഴിഞ്ഞ്
കമ്പ് മാത്രമായിട്ട് പേടിച്ച് നിൽക്കുന്നുണ്ട്. ഇനി ഇവർക്ക് മഴയൊക്കെ കഴിഞ്ഞ് നല്ല വെയിൽ വരുമ്പോൾ ഇവരെല്ലാവരും നല്ല ഉഷാറായിട്ട് വരും. ഇതായിരുന്നു അവരുടെ മുന്നത്തെ അവസ്ഥ. 1 മാസം മുന്നേ എല്ലാവരും അതുപോലെ തന്നെ എൻ്റെ ക്യാറ്റ്സ്കളൊക്കെ കണ്ട എന്ത് ഭംഗിയായിട്ടാണ് പൂട്ട് നിൽക്കുന്നത്. മതിൽ മുഴുവൻ നിറഞ്ഞ് നിൽക്കുക. പക്ഷെ ഇപ്പോൾ ഒറ്റ പൂ പോലും ഇല്ല, എല്ലാം കൊഴിഞ്ഞു പോയി. ഇത് കണ്ടില്ലേ, ഇത് ഡെയ്സി നല്ല രസമായിട്ട് നിൽക്കുന്നു. അപ്പുറത്തത് റെഡ് ബിഗോണിയ. ഡെയ്സി പൂക്കൾ കാണാൻ നല്ല ഭംഗിയല്ലേ. എല്ലാ പൂക്കൾക്കും അതിൻ്റേതായ ഭംഗിയുണ്ട് അല്ലേ. ഓരോ ചെടികൾക്കും ഇതാ സാൻസവേരിയ നിൽക്കുന്നു, പിന്നെ വൈറ്റ് യൂഫോബിയ, റെഡ് യൂഫോബിയൊക്കെ ഒരു ടൈമിൽ ഒരുപാടുണ്ടായിരുന്നു, ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ അത് നല്ലതല്ല എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ എല്ലാം അത് ഒഴിവാക്കി. എന്നാലും കുറച്ച് കളക്ഷൻസ് വെച്ച് ഞാൻ. ഇപ്പോൾ ഇവിടെ ആർച്ചിൽ കണ്ട പ്ലാന്റാണ് ഐപ്പോമിയ എന്ന് പറയും. അത് നല്ലൊരു ഭംഗിയുള്ള പ്ലാന്റ്. ഞാൻ പറഞ്ഞില്ലേ പണ്ടെങ്ങോ കണ്ട് പ്ലാന്റ് ഇപ്പോൾ കിട്ടുന്നതെന്ന്. അതെനിക്ക് അങ്ങനെ കിട്ടിയതാണ് ഈ ഐപ്പോമിയ. കാർഡിനൽ ക്രീപ്പർ എന്ന് പറയും. അതിൻ്റെ ലീവ്സും ആ ഫ്ലവേഴ്സൊക്കെ കാണാൻ നല്ല ഭംഗി, നല്ല കളറുമാണ്. ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും കൂടിയിട്ട് പിന്നെ നല്ല വാടാമല്ലി കളറിലുള്ള പൂവുമായിട്ട് നല്ല ഭംഗിയാണ് അതിൻ്റെ പൂക്കൾ കാണാൻ. പ്ലാന്റും അങ്ങനെ നല്ലതാണ്, ക്രീപ്പർ പ്ലാന്റാണ്. അപ്പോൾ ഞാനത് പണ്ടെന്നോ ഏതോ ഒരു വീട്ടിൽ കണ്ടിട്ടുള്ളതാണ്. അതിപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടി. അത്യാവശ്യം നല്ലൊരു പ്ലാന്റായി മാറിയിട്ടുണ്ട്. ഇടയ്ക്ക് മൂപ്പര് ആകെ ഇലയൊക്കെ കൊഴിഞ്ഞ് വൃത്തികേടായിട്ടൊക്കെ നിൽക്കും. അപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ പൂപ്പൽ അധികം വന്നിട്ടാണത് കേടാവുന്നത്. അപ്പോൾ മരുന്നുകളൊക്കെ അളിച്ചു കൊടുത്താൽ ഒക്കെ ശരിയാവും. അങ്ങനെ എല്ലാ പൂക്കളും ചെടികളും എല്ലാവർക്കും നല്ല ഇഷ്ടമായില്ലേ. എൻ്റെ ഈ കളക്ഷനിലുള്ള ചെടികളൊക്കെ എല്ലാവർക്കും നല്ല ഇഷ്ടമായോ? നിങ്ങളുടെ വീട്ടിൽ നല്ല ചെടികളൊക്കെ ഇല്ലേ? എന്നെപ്പോലെ ഇങ്ങനെ ചെടി ഭ്രാന്തുള്ളവർ ഉണ്ടാവുമല്ലോ അല്ലേ. എനിക്കിങ്ങനെ ചെടികളിലൊക്കെ ഫോട്ടോ എടുക്കാൻ, പൂക്കളായി നിൽക്കുമ്പോൾ എനിക്ക് ഫോട്ടോ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഞാൻ എടുത്തു വെച്ചിട്ടുള്ള ഫോട്ടോസാണ് ഇതൊക്കെ. അപ്പോൾ ഇവരുടെയൊക്കെ ഇപ്പോഴത്തെ അവസ്ഥയാണ് നിങ്ങൾ ഫസ്റ്റ് വീഡിയോയിൽ കണ്ടത്. എല്ലാം ഇല ഒഴിഞ്ഞിട്ടും പൂവില്ലാതെയും ഒക്കെ നിൽക്കുന്നത്. അപ്പോൾ ഈ ഫോട്ടോസൊക്കെ കാണുമ്പോൾ നമുക്ക് വീണ്ടും ഒരു പ്രതീക്ഷയാണ്. അവരെല്ലാം വീണ്ടും നല്ല ഉഷാറായി, അടുത്ത സീസണിൽ നല്ല ഉഷാറായി നല്ല ഭംഗിയിൽ പൂവിട്ട് വരും, വളരെ മനോഹരമായിട്ട് നമ്മളെ സന്തോഷിപ്പിച്ചിങ്ങനെ നിൽക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഇതെല്ലാം കാണുമ്പോൾ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ ഫോട്ടോസൊക്കെ എടുത്ത് നോക്കും. എനിക്ക് മെയിനായിട്ടും ഇത് ഓരോന്നും ഫ്ലവർ ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്ത് പോയി ഓരോ ഫോട്ടോ എടുക്കുക. ആ ഫ്ലവറിൻ്റെ എല്ലാ സൈഡിൽ നിന്നും ഞാൻ ഫോട്ടോ എടുക്കും. അങ്ങനെ കണ്ടോ എൻ്റെ ക്യാറ്റ്സ് ക്ലൗ നിൽക്കുന്നുണ്ടോ. ഇതാണ് ആദ്യം മഴയത്ത് ഇങ്ങനെ കാണിച്ചത് പൂവില്ലാതെ. ഇപ്പോൾ ഓരോ ഫ്ലവർ കാണുമ്പോഴും ഭയങ്കര സന്തോഷമാണ്. ഇനിയും ഒരു നന്നായി വരുമല്ലോ എന്ന്. ഇതാട്ടോ കാർഡിനൽ ക്രീപ്പർ. ഇതിനെ ഐപ്പോമിയ എന്നും പറയും. നല്ല ഭംഗിയുള്ള പൂക്കളും ലീവ്സുമാണ് അതിൻ്റെ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായോ? അപ്പോൾ ഫ്ലവേഴ്സ് ഒക്കെ ഫോട്ടോ എടുത്ത് വയ്ക്കില്ല എല്ലാവരും. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ആരും അത് മറക്കരുത്. പിന്നെ എല്ലാവരുടെയും കമൻസൊക്കെ അറിയിക്കുക. ഇതുപോലെ ചെടികൾ കളക്ഷൻ ഉണ്ടോ, ഇതിലേതൊക്കെ ചെടികളാണ് നിങ്ങളുടെയൊക്കെ കയ്യിലുള്ളത് ഒക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. ഇനി നമുക്ക് ഒരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ വരാം കേട്ടോ. അതുവരേക്ക് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ. അപ്പോൾ വീണ്ടും പറയുന്നു, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.